ഐ നോ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസ് കാര്യങ്ങൾ ഇട്ടിട്ട്. കാരണം തിരക്കായിട്ടുള്ള കാരണം കൊണ്ടാണ് ഞാൻ ഇടാണ്ടിരുന്നത്. മൈ വേ ബൈ കല്യാണി ഏതോ ഒരു ക്ലിനിക്കിൽ പോയിട്ട് അവർക്ക് ഉണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്തതിന് ഭയങ്കരമായിട്ട് ആൾക്കാർ ട്രോളുന്നതും നെഗറ്റീവായിട്ട് അത് ചിത്രീകരിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. മെയിൻ ആയിട്ട് ഇവരുടെയൊക്കെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ആൾക്ക് ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് മോള് കണ്ണി കണ്ട മാസികളൊക്കെ വായിച്ച് അവൾ എന്തൊരു കണ്ടാലും എടുത്ത് മോന്തയ്ക്ക് പരട്ടും. വെള്ളരിക്കണ്ട അവള് വിടൂല്ല, വെട്ടിയെടുത്ത് കണ്ണി ഒട്ടിക്കും, ക്യാരറ്റ് എടുത്ത് ചുരണ്ടും, റവ എടുത്ത് തലയെ തേക്കും. അതിന്റെ ഇൻഫെക്ഷനും കാര്യങ്ങളും ഒക്കെ സ്കിന്നിൽ വന്നിട്ട് 7 മാസമായിട്ട് ആളിത് പറഞ്ഞില്ല. ആൾക്കാരോട് ഇത് ചികിത്സിക്കുകയാണ് എന്ന് പറഞ്ഞില്ല. ആൾക്കാരെ പറ്റിക്കുന്നു, ആനയാണ്, ചേനയാണ്, ചെരങ്ങയാണെന്നൊക്കെയാണ് നിങ്ങളുടെ വിഷയം. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അതുപോലെ തന്നെ ഇവര് പൈസക്ക് വേണ്ടി ആരെ വേണമെങ്കിലും പറ്റിക്കും, പ്രൊഡക്റ്റ് പ്രൊമോഷൻ ചെയ്തിട്ട്. നമുക്ക് നമ്മുടെ കാശ് കിട്ടണം, അത്ര തന്നെ. ആരും ഈ വേ ബൈ കല്യാണി ആവട്ടെ, പിന്നെ ഗ്ലാമി ഗംഗ ആവട്ടെ, ഈ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആരും തന്നെ ഒരാളുടെയും വീട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ അവരെ പേഴ്സണലി വിളിച്ചിട്ടോ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിയേ പറ്റൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ നാളെ സൂര്യൻ ഉദിക്കില്ല എന്നോ നാളെ നിങ്ങളെ തീർത്ത് കളയുന്നോ ആരും പറയുന്നില്ല. മനസ്സിലാക്കി കളഞ്ഞല്ല. മനസ്സിലായില്ലേ? ഇങ്ങനൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇഫ് യു വോണ്ട് ടു, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് എന്റെ സ്കിന്ന് പിന്നെ റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ എന്റെ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പൊതുവെ ചെറുപ്പം തൊട്ടേ കാണിക്കുന്നുള്ളത് ഇവിടെയുള്ള നമ്മുടെ കാസർഗോഡുള്ള വിഷ്ണുഭട്ട് എന്ന് പറയുന്ന ഡോക്ടറിനെയാണ് എന്റെ സ്കിൻ ഞാൻ കാണിക്കുന്നുള്ളത്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ഇഷ്യൂസ് അല്ല എനിക്ക് ഇതുവരെ, ദൈവം സഹായിച്ച് ഇതുവരെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടും വിഷയങ്ങളോ കാര്യങ്ങളോ വന്നിട്ടില്ല. അത് വിശ്വസിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ഒന്നുണ്ടാവും, ഓർത്തു നോക്കി. അല്ലാണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ വിറ്റാമിന്റെ കുറവ്, സൺ ഇത് കാരണം എന്റെ ഫേസിൽ പണ്ട് തൊട്ടേ ഒരു അതൊക്കെ ഞാൻ കാണിക്കുന്നത് ഇവിടെയുള്ള വിഷ്ണുഭട്ട് എന്ന് പറയുന്ന ഡോക്ടറെയാണ്. നമ്മളെല്ലാം പറ്റിക്കപ്പെടുകയാണ്. ഞാൻ ഒരാളുടെയും വീഡിയോ കണ്ടിട്ട് പോയിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങി പർച്ചേസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ ഒരാളുടെയും വീഡിയോ കണ്ടിട്ട് പോയിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങി പർച്ചേസ് ചെയ്ത് നോക്കിയിട്ടില്ല. വിശ്വസിക്കരുതടാ, ലോകത്തോരെ പെണ്ണിനെ വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ അവളുമാരെ നമ്മളെ ചതിക്കും, അത് ഉറപ്പാ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മലയാള സിനിമാ നടൻ മോഹൻലാൽ ഒരു ഐസ്ക്രീമിന്റെ പരസ്യം കിവിയാണെന്ന് തോന്നുന്നു ചെയ്യുന്നുണ്ട്. ഡെയിലി അവരുടെ വീട്ടിൽ ഐസ്ക്രീം അവർ തിന്നുന്നുണ്ട്. അവർ ഡയറ്റ് ഒക്കെ ചെയ്യുന്ന ആളായിരിക്കും. ഐസ്ക്രീമേ കഴിക്കുന്നുണ്ടാവില്ല. പിന്നെ കണ്ണൻ ദേവൻ ചായ, ചിലപ്പോ ഈ ലാലേട്ടൻ ചായ കുടിക്കുന്ന ഒരു വ്യക്തിയായിരിക്കില്ല. എടാ ബുദ്ധിമാനം, നീ ഒരു മഹാനാട്ടോ. നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? ലാലേട്ടൻ രാവിലെ കണ്ണൻ ദേവൻ ചായ കുടിച്ച് രാത്രി ഉറങ്ങുമ്പോൾ കിവിന്റെ ഐസ്ക്രീം വെച്ച് ഡെസേർട്ട് നിന്ന് ഡെയിലി കിടക്കുന്ന ആളാണെന്നാണോ? നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, നമ്മളെ ക്രിക്കറ്റ് താരം മഹേന്ദ്ര സിംഗ് ധോണി ക്രിക്കറ്റ് ഇതുവരെയും കളിച്ചത് ഗ്രൗണ്ടിൽ ഇറങ്ങുന്നതിന് മുന്നേ ബൂസ്റ്റ് കലക്കി കുടിച്ചിട്ടായിരിക്കും, ആ എനർജിക്ക് വേണ്ടിയിട്ട്. പിന്നെ ചന്ദ്രികേന്റെ പരസ്യം ചെയ്തിട്ടുള്ള അമല പോള്, കീർത്തി സുരേഷ്, ഇവരൊക്കെ ചന്ദ്രിക സോപ്പിട്ടാണ് കുളിക്കുന്നത്. ഇവര് ഡെയിലി. അതൊന്നും ഇവർക്ക് പ്രശ്നമുള്ള കാര്യമല്ല. അവർക്ക് സംഭവം കണ്ണുകടി. ഇവരെ ഒന്നും ഒരു ബ്രാൻഡും കൊളാബറേഷന് വേണ്ടി അപ്രോച്ച് ചെയ്യുന്നില്ല, അതാണ് ഇവര് പ്രശ്നം. പിന്നെ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നു, നിങ്ങൾ തന്നെ പറയുന്നു ഇറ്റ്സ് എ പ്രൊമോഷൻ, ഇറ്റ്സ് എൻ അഡ്വർടൈസ്മെന്റ്. നോബഡി ഈസ് ഫോഴ്സിങ് യു. നിങ്ങളെ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല വാങ്ങണം എന്ന് പറഞ്ഞിട്ട്. ഈ മണ്ടൻ ഗണേശനോട് എന്നാ പറയാനാണ്? പിന്നെ ഏതോ ഒരുത്തം പറയുന്നത് കേട്ടു, ഈ പണത്തിന് മീതെ പരുന്ത് പറക്കില്ല എന്നാണല്ലോ. പരുന്ത് പറക്കും. പരുന്ത് പറക്കുന്നതിന് താഴെ പണം വെച്ചാ മതി, പരുന്ത് പറക്കും. പരുന്ത് പറക്കുന്നതിന് താഴെ പണം വെച്ചാ മതി, പരുന്ത് പറക്കും. ഓക്കേ. പരമനാറി പട്ടി കഴിവരടാ മോളെ. ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാര് അവർ കൊളാബറേഷൻ ചിലപ്പോൾ ചോദിച്ചു കാണും. ഈ വേ ബൈ കല്യാണം ചോദിച്ചു കാണും, കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് ചോദിച്ചു കാണും. അവരില്ല എന്ന് പറയുമ്പം ഇവര് ഓക്കെ പൈസ കൊടുത്തു കാണും. ഇപ്പൊ കല്യാണി പോയിട്ട് അവിടെ പോയി എനിക്ക് കൊളാബറേഷൻ തന്നില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്ലിനിക്കിന്റെ അവർ അതെടുത്ത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് കല്യാണിന്റെ ഫേസിനെയാണെന്ന് കല്യാണിക്ക് അറിയാം.
അവര് വെറും മന്ദബുദ്ധിയല്ലല്ലോ. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? നിങ്ങൾ ഈ ചിന്തിക്കുന്ന പോലെ കൊളാബറേഷൻ കിട്ടാത്തത് കൊണ്ട് അവരെ കുറ്റം പറഞ്ഞു, അല്ലാണ്ട് അവരുടെ ചികിത്സാ പിഴവോ അല്ലെങ്കിൽ അവർ ബില്ല് തരാത്ത പ്രശ്നങ്ങളോ ഒന്നും അല്ല. കൊളാബറേഷൻ കൊടുക്കാത്തതുകൊണ്ട് നിങ്ങൾ ക്ലിനിക്കുകാർ ഞാൻ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. ആരാണ് ഈ ഐഡിയ പറഞ്ഞു തന്നത്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കല്യാണിക്ക് കുറച്ച് ഹേറ്റേഴ്സ് ഉണ്ടാവും, കല്യാണിയെ കുറച്ച് പേര് പോയി നെഗറ്റീവ് പറയും. ആരാ പറഞ്ഞു തന്നേ? നൈസ്. നിന്റെ ഈ മരമോന്തം വരണ്ട് പെടയാ പടച്ചാലുണ്ടല്ലോ, നിന്റെ ഈ കോന്ത്രപ്പല്ല് മുഴുവൻ നീ നിലത്തുനിന്ന് എണ്ണി പറക്കേണ്ടി വരും. നിങ്ങൾ ഇത് തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. കല്യാണം എന്താ വെറും മന്ദബുദ്ധിയാന്ന്? അവിടെ പോയി കൊളാബറേഷൻ തന്നില്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് മിണ്ടാണ്ടിരിക്കും അവര്. ആ ക്ലിനിക്കിന്റെ അവര് മിണ്ടാണ്ടിരിക്കും. അതും ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ പോകുന്ന ക്ലിനിക്കാണ്. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? ക്ലിനിക്കിന്റെ അവരോട് കൂട്ടിയിട്ടാണ്. നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും തട്ടിപ്പോ കാര്യങ്ങളോ ബില്ല് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകൾ കൊടുക്കാനുള്ള ബുദ്ധിമുട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കൊളാബറേഷന്റെ പേരടിക്കും, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അവരുടെ കുറ്റമാക്കിയിട്ടും ഇടുന്നത് ശരിയല്ല. നിനക്ക് ഞാനൊരു ഉമ്മൻ ചിരട്ട കള്ള. ഇനി ഈ കൊളാബറേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ പിന്നെ പ്രൊമോഷൻസ് ചെയ്യുന്ന ആൾക്കാർ ഇത് ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനോട് പറയുന്ന ആൾക്കാരാണ് കേട്ടെ, നിങ്ങൾ കിട്ടാത്ത മുന്തിരി പൊളിക്കും. അങ്ങനെ തന്നെയാണ്, കിട്ടാത്ത മുന്തിരി പൊളിക്കും. നിങ്ങൾക്ക് പാവം യൂട്യൂബിൽ നിന്ന് മാത്രം റവന്യൂ വരുന്നു. ഈ പ്രൊഡക്ഷൻ ബ്രാൻഡുകൾ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് യൂട്യൂബിൽ നിന്നും പണം വരുന്നു, പ്രൊഡക്റ്റിന്റെ പണവും വരുന്നു. അസൂയക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങളോടൊന്നും പറയാനില്ല. അടിച്ച് പല്ലണ്ടാക്കിയാൽ ആ ചെരിയും അവിടെ വെക്കും.